എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്ന സൈക്കോളജിസ്റ്റാണ് ജീൻ പിയാഷെ എന്ന സൈക്കോളജിസ്റ്റ്. അദ്ദേഹം കുട്ടികളുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ചെറിയ പ്രായം മുതൽ ഓരോ സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നതും ഒബ്സർവ് ചെയ്ത് പഠിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് കുട്ടികളുടെ ഏജിൽ, അതായത് ഒരു 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു പ്രീ ഓപ്പറേഷണൽ പീരീഡിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പ്രീ ഓപ്പറേഷണൽ പീരീഡിൽ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു വലിയ ഒരു പ്രതിഭാസം എന്ന് പറയുന്നതാണ് ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത്? നമ്മൾ ഈഗോ എന്നുള്ള വാക്കൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഈഗോ സെൻട്രിസം? ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോ കുട്ടികൾ കൂടുതൽ സെൽഫിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പീരീഡാണ് ഈ നടക്കുന്ന ഈ 7 വയസ്സ് വരെയുള്ള ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അതിൽ വളരെ സ്ട്രോങ് ആയിട്ട് 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെ കുട്ടികളിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഈഗോ സെൻട്രിസം ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത്? ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത് വഴി കുട്ടികൾക്ക് മറ്റുള്ളവരുടെ പേഴ്സ്പെക്റ്റീവ് മനസ്സിലാകാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലാക്ക് ഓഫ് എമ്പതി നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും കുട്ടികളിൽ. അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു 3 മൗണ്ടൻ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. അതിൽ ഒരു കുരങ്ങൻ 3 മലകളെ നിരീക്ഷിക്കുന്ന ആ ഒരു ചിത്രം കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നു. ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ കുട്ടികൾക്ക് ഒരിക്കലും ആ കുരങ്ങന്റെ പെർസ്പെക്റ്റീവിനെ മനസ്സിലാക്കാതെ അവരുടെ പെർസ്പെക്റ്റീവ് തന്നെയാണ് പറയുന്നത്. അവരോട് കുരങ്ങന്റെ പെർസ്പെക്റ്റീവ് ചോദിക്കുമ്പോൾ അവർ അവരുടെ പെർസ്പെക്റ്റീവിൽ തന്നെ ആ മൗണ്ടെയിൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് മനസ്സിലായി. അതായത് കുട്ടികൾ, ഈ പ്രായത്തിലുള്ള കുട്ടികൾ കൂടുതൽ കാണുന്നത് അവരവരെ തന്നെയാണ്. അവർ കാണുന്ന ലോകം അതാണ് അവർക്ക് വലുത്. ഹി ഓർ ഷീ ഹാസ് ക്രിയേറ്റഡ് ഹിസ് ഓർ ഹെർ ഓൺ വേൾഡ് ആൻഡ് ദേ ലിവ് ഇൻ ദാറ്റ് വേൾഡ്. ഇപ്പോ ഒരു 3-4 വയസ്സ് പ്രായമുള്ള കുട്ടി ഒരു ചെറിയ ബസ് മേടിച്ച് അവന്റെ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമായിരിക്കും. അവൻ ചിന്തിക്കുന്നത് അവന്റെ അമ്മയ്ക്കും ഈ ചെറിയ ബസ് അവനെ പോലെ തന്നെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അവൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഉപയോഗപ്പെടും എന്നാണ് അവൻ ചിന്തിക്കുന്നത്. അതാണ് ആ കുട്ടിയുടെ ഒരു ബുദ്ധി വികാസം ആ ഒരു സ്റ്റേജിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിക്കുകയും ശാഠ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഈ ഈഗോ സെൻട്രിസം കുറച്ച് ഒരു 7 വയസ്സ് പിന്നെ ഒക്കെ ആവുമ്പോഴേക്കും ഇത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പിന്നെ ഈഗോ സെൻട്രിസം അതിന്റെ ഫോമിൽ തന്നെ അല്ലെങ്കിൽ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അഡോളസെന്റ് പീരീഡിലാണ്. അഡോളസെന്റ് പീരീഡിൽ ഉണ്ടാകുന്ന 2 പ്രത്യേകതകളാണ് പേഴ്സണൽ ഫാബിൾ എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ ഇമാജിനറി ഓഡിയൻസ് എന്ന് പറയുന്നത്. ഇമാജിനറി ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അഡോളസെന്റ് ഗ്രൂപ്പിലായിരിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 12 or 13 ഇയർ മുതലാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പ് തുടങ്ങുന്നത്. അപ്പോൾ മുതൽ ഇവർക്ക് കൂടുതലായി അവരവരെ തന്നെ കുറിച്ച് ഒരു കഥ ഉണ്ടാക്കുകയാണ്. ഒരു ഇമാജിനറി ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരെ കുറിച്ച് തന്നെ അവരെ കുറെ പേർ വാച്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അവരവരെ കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. എന്നെ കുറെ പേര് വാച്ച് ചെയ്യുന്നുണ്ട്, എൻ്റെ നീക്കങ്ങളും ഞാൻ ചെയ്യുന്ന എൻ്റെ ഫിസിക്കൽ ബോഡിയെയും അല്ലാതെയൊക്കെ അവരെന്നെ കുറെ വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അതിനെക്കുറിച്ച് ഓവർ കോൺഷ്യസ് ആവാനായിട്ടുള്ള സാധ്യത അഡോളസെന്റ് ഗ്രൂപ്പിൽ. അതോടൊപ്പം തന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ഫാബിൾ എന്നാണ്. അവരവരെ കുറിച്ച് തന്നെ ഒരു നല്ലൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നതിൽ അവർ വളരെ മിടുക്കരായിരിക്കും. ഈ സ്റ്റോറി എന്ന് പറയുന്നത് അവരുടെ ലൈഫിനെ വളരെ സാഹസികമായിട്ടും അല്ലെങ്കിൽ വളരെ കാവ്യാത്മകമായിട്ടും കണ്ടെത്തി ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി. ആ ഒരു സ്റ്റോറിയിൽ അവർ വളരെയധികം സന്തോഷവാനായിട്ട് ഇരിക്കാനും ഒക്കെ ആയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ഒബ്സഷൻ എന്നുള്ള രീതിയിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ ഒരു ഈഗോ സെൻട്രിസം എന്ന് പറയുന്ന ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിന്റെ ഭാഗം മാത്രമായിട്ട് വരുന്നതാണ്. മറിച്ച് അത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ മൊത്തത്തിൽ മാറ്റുകയോ ചെയ്യുന്ന ഒരു കാര്യം അല്ല ഒരിക്കലും. ഒരു ലൈഫ് എക്സ്പീരിയൻസോ അങ്ങനെ ഒന്നുമല്ല. ഇതൊരു ഡെവലപ്മെന്റൽ സ്റ്റേജസിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ ചേഞ്ചസ് ആണ്. ചെറിയ കുട്ടികളിലും അതുപോലെ കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളിലും ഉണ്ടാകുന്ന ചില ചേഞ്ചസ് ആണ് ജീൻ പിയാഷെയുടെ ആ ഒരു ഫൈൻഡിങ്ങിൽ നമ്മൾ കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് കുട്ടികളിൽ മനസ്സിലാക്കി
കുട്ടികളിൽ ഈ വിധത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കി അവരോട് ഒരു എംപതറ്റിക് മനോഭാവത്തോടു കൂടി പെരുമാറുകയും കൂടുതൽ കൂടുതൽ ഗ്രോത്ത് നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ കുട്ടികളിലും ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.